പെണ്ണെന്ന് പറയുന്ന ഒരു വർഗത്തിനെ ഒരു അവഗണിക്കുന്ന രീതിയിലുള്ള ആ സംസാര ശൈലിയാണ് അയാൾ ഇങ്ങോട്ട് വീണത്. അപ്പം നമ്മൾ തരം താഴാൻ പാടില്ല. അപ്പൊ എനിക്ക് ഈ പണി പഠിക്കണം, എനിക്ക് പഠിച്ചേ മതിയാവും എന്നുള്ള രീതി കൂടെ ഞാൻ ഇറങ്ങി പണി പഠിച്ചു. ഇപ്പൊ ഞാൻ 1000 പുറത്ത് കിണറിയാൻ പറ്റി. ഇവിടെ ഈ കുഞ്ഞിപ്പെണ്ണെന്ന് പറയുന്ന അമ്മ പണിയെടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോ നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിപ്പെണ്ണിനോട് കേറി വരാൻ പറഞ്ഞ. അപ്പൊ അമ്മ കേറി വരാ. അമ്മ 75 വയസ്സായുള്ള അമ്മയാണ്. പക്ഷെ ഇപ്പോഴും കിണർ പണിയിൽ സ്മാർട്ടാണ്. ഇവിടെ അറിയപ്പെടുന്ന കിണർ പണിക്കാരിയാണ്. അമ്മേ, നമുക്ക് 2 വർത്താനം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്, കേറാൻ വേണ്ടിട്ട്. ഇപ്പൊ വെള്ളം കണ്ട് ഞാന് ഇനിയിപ്പോ വെള്ളത്തിനകത്ത് പണിയാൻ പറ്റത്തില്ല. ഇന്നലെയാണ് വെള്ളം കണ്ടത്. അതെ അതെ അതെ. അപ്പൊ ഇനി വെള്ളം മാറ്റിയാലേ പണിയാൻ പറ്റൂ? വെള്ളം മാറ്റിയാലേ പണിയാൻ പറ്റത്തുള്ളൂ. ഇത് എത്ര തൊടിയായപ്പോ വെള്ളം കണ്ടേ? 9 ആയപ്പോ വെള്ളം കണ്ടു. ഇവിടെ വെള്ളമൊക്കെ കൂടുതൽ കിട്ടുന്ന ഏരിയ ആണ്. ഇവിടെ വെള്ളം നല്ലപോലെ കിട്ടുന്ന ഏരിയ മോനെ. കാരണം മേളില് മലയാണ്. അപ്പം ഇവിടെ വന്നപ്പം ഇങ്ങനെ മലയുടെ ചരിവുണ്ടായതുകൊണ്ട് ഇവിടെ വെള്ളം കിട്ടാനോ ഇഷ്ടം പോലെ വെള്ളം കിട്ടും. ഒരിക്കലും ഇവിടെ വെള്ളം പറ്റുന്ന സ്ഥലമല്ല. ഈ കുഞ്ഞിപ്പെണ്ണാണ് ഇതിന്റെ മെയിൻ മേശിരി. അതെ. എത്ര വയസ്സിലാ തുടങ്ങിയ? എന്റെ 30ാമത്തെ വയസ്സിൽ തുടങ്ങി. ഇപ്പൊ 75 വയസ്സുണ്ട്. 75 വയസ്സായി. എന്നിട്ടാണ് ഈ പറയുന്ന പവർ. എനിക്കൊരു ഷേക്കൻഡ് തന്നിരുന്നു വന്നപ്പോ. പിന്നെ അപ്പോഴെനിക്ക് മനസ്സിലായി കൈക്കരുത്ത് എന്താണെന്നുള്ളത്. ചെറുപ്പത്തില് ഈ പണിയിലൊക്കെ വരാനൊരു കാര്യം ഉണ്ടാവുമല്ലോ. എന്താ കാര്യം? ഞാൻ ഈ പണിക്ക് ഇറങ്ങാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാല്, ഞാനൊരു സ്ഥലത്ത് ഇതുപോലെ ഇന്ന് പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു മൈക്കാട് പണിയായി ചെയ്തുകൊണ്ടിരുന്നേ. ആ മൈക്കാട് പണി ചെയ്തുകൊണ്ടിരുന്ന അത് വാനം വെട്ടുമായിരുന്നു. വാനം വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു വലിയൊരു എക്സ്പെർട്ട് ഒരു കിണർ വെട്ടുകാരനുണ്ടായിരുന്നു. പുള്ളി എന്ത് ചെയ്തെന്നറിയോ? ഞാനങ്ങോട്ട് ചെന്നെണ്ണ പറഞ്ഞു, പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ല, പെണ്ണുങ്ങൾ വന്ന് നോക്കിക്കൂടാന്ന്. അപ്പൊ എനിക്കതൊരു വലിയൊരു പ്രയാസം തോന്നി. ഞാനന്ന് പണി ചെയ്തില്ല. എന്റെ പണിക്കാർ 10 പേരുണ്ട്. അവരിന്ന് പണി ചെയ്തു, ഞാൻ അവിടെ പണി ചെയ്തില്ല. ഇയാൾ എന്തൊക്കെയാണ് എടുക്കുന്നത്, തോതുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇയാൾ ഇങ്ങനെ പണി ചെയ്ത് നോക്കി അവിടെ ഇരുന്ന് ശ്രദ്ധിച്ചേച്ച് അയാൾ വൈകിട്ടായപ്പം 5 മണിയായപ്പോ അയാൾ പോയി കഴിഞ്ഞാൽ അയാൾക്ക് തോതൊക്കെ ഉണ്ട്. അത് ഞാൻ എടുത്തിട്ട് അതെല്ലാം ഒന്ന് മാതൃക ചെയ്ത് എന്റെ മനസ്സിലൊന്ന് മനസ്സിൽ കുറിച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് ഒരു മടലങ്ങോട്ട് എടുത്തിട്ട് അത് ചെത്തി മിനുക്കിയിട്ട് അതിന് അതേ ഇയാൾ എന്തൊക്കെ ഇത് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ അതല്ലെങ്കിൽ ചെയ്തിട്ട് ഞാൻ എന്റെ വീട്ടില് എന്റെ മുറ്റത്ത് തന്നെ ഞാൻ റൗണ്ട് അങ്ങ് വരച്ചു. റൗണ്ട് വരച്ചേച്ച് കുന്തലി എടുത്ത് ഒന്ന് വിട്ടു തുടങ്ങി. ആ കിണറാണ് എന്റെ വീട്ടിന്റെ മുറ്റത്ത് 35 തൊടിയുണ്ട്. ഏറ്റവും കൂടിയ ആഴമുള്ള കിണറാണ് 35 തൊടി. ഇതിന്റെ